ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഇന്ന് ഇതുപോലെ ക്രേപ്പ് സിൽക്കിലോട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ലോങ് കാണുമ്പോൾ അകലേന്ന് കാണുമ്പോൾ ഇതിനകത്തൊരു ഈ ഒരു യെലോയുടെ ഒരു നോർമൽ ഒരു പ്രിന്റ് എപ്പോഴും കാണുന്ന ഷിഫോണിലും ജോർജറ്റിലും കാണുന്ന നോർമൽ പ്രിന്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതായത് ആ ഒരു സിൽക്കിന്റെ ഒരു ടെക്സ്ചറും പിന്നെ ആ ഒരു ഡിസൈൻസ് ഇടയിൽ ഇപ്പൊ എല്ലാ കളേഴ്സും ഞാൻ പറഞ്ഞില്ലേ, ആ വലിയ കളർ മാത്രമേ വിസിബിൾ ആവുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി. ആ ഓരോ കളേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഇതിപ്പോ ഡയറക്റ്റ് വന്ന് ഇവിടെ എടുത്തവർ പറഞ്ഞാണ് വീഡിയോ കാണുന്നതിനെക്കാട്ടിലും ഭയങ്കര ഭംഗിയാണ് ഇതിന് നേരെ കാണുന്നത്. കാരണം നമ്മളിന്റെ വേറൊരു പാറ്റേൺ ചെയ്തായിരുന്നല്ലോ. അപ്പം ഇതിന്റെ നെക്ക് പോർഷനിൽ ഇതേപോലെ ആ ബൂട്ടാസ് വരുന്ന ഒരു ഫാബ്രിക്കാ കൊടുത്തേക്കുന്നത് കണ്ടോ. എന്നിട്ട് ബാക്ക് സൈഡ് ഇതേപോലെ ആ ഒരു ഫാബ്രിക് ഭയങ്കര ഭംഗിയാണ്. ഇതുപോലെ കണ്ടോ, ക്രേപ്പ് സിൽക്ക്, പ്യുവർ ക്രേപ്പ് സിൽക്കിലോട്ടാണ് നമ്മൾ ഈ ഫാബ്രിക് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഫ്രണ്ടിൽ ഇതേപോലെ ചെറിയ ഗ്യാദേഴ്സ്, പ്ലീറ്റ്സ് പോലെ തന്നെ വരുന്ന ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇതേപോലെ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ. അപ്പൊ ഒരു ഫ്രോക്ക് പോലെ നമുക്ക് വെയർ ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും ഈ കുർത്തിയും ഷോളും ഒന്നും വെയർ ചെയ്യാൻ എന്താ പറയുക, ഷോളൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒരു ഫ്രോക്ക് പോലെ വേറെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നെക്കിന്റെ പോർഷനിലായാലും അങ്ങനെ ഒതുങ്ങിയിരുന്നോളും. അതുപോലെ പ്ലീറ്റ്സ് ഉള്ള പാറ്റേൺ ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല ഫ്ലെയറിലോട്ടാണ് നമ്മളിത് കൊടുത്തേക്കുന്നത്. ലെങ്ത് 49 വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമുക്ക് നോർമൽ സ്ലീവ് വേണമെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസേഷൻ പറഞ്ഞാൽ മതി. ഇതൊരു വെറൈറ്റി ആണല്ലോ നമ്മൾ ഇങ്ങനത്തെ സ്ലീവ് കൊടുക്കും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്താണ്. നെക്ക് ഇതേപോലെ കുറച്ച് പോർഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് പോർഷൻ ബോട്ട് നെക്ക് കൊടുത്തിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു പാറ്റേണും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് മിഡിൽ പോർഷനിൽ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട്. അതും കൂടെ ഞാൻ ഈ ഒരു പാറ്റേണിന്റെ കൂടെ കാണിക്കാം. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഡിഷ് മെറൂൺ കളർ ഇതേപോലെയാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്രേപ്പ് സിൽക്ക് ആണ് ഫാബ്രിക്, പ്യുവർ ഫാബ്രിക് ആണ്. ഫസ്റ്റ് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. അപ്പൊ ലെങ്ത് 48 ആണ്. പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഈ തന്നെ ഇത് മിഡിലിൽ ആ ബൂട്ടാസ് വരുന്ന ഡിസൈനും ക്ലോത്ത് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ വേറെ ഇതൊക്കെ ഇതുപോലെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടിൽ ഏതാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഒരു ജോർജറ്റ് ആണ് കേട്ടോ. അതിനകത്തോട്ട് ഫുള്ളി ബോഡി ഓൾ ഓവർ ഇതുപോലെ ബൂട്ടാസ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. അത് നമ്മൾ എ ലൈൻ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോർഡ് നെക്ക് വിത്ത് വി കട്ടിങ് ചെയ്തിട്ട് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് അത്രയും ഫിനിഷിംഗിൽ പ്ലീറ്റ്സ് എല്ലാം ചെയ്ത് സ്ലീവ് ഇതേപോലെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. സ്ലീവിന്റെ പോർഷനിലാണ് അതിന്റെ ആ ഒരു ലൈനിങ് ഇല്ലാത്ത പോർഷനിൽ ആ ഒരു ബൂട്ടാസ് കാണുന്നത്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ ഇത് കണ്ടോ, ആ ഒരു ത്രെഡ് കൊണ്ട്, റെഡിന്റെ ത്രെഡ് കൊണ്ട് തന്നെയുള്ള ബൂട്ടാസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആ ഫാബ്രിക്കും ഓൾ ഓവർ കണ്ടോ, ഇതുപോലെ ഓരോ ഡോട്ട്സ് പോലുള്ള ഡിസൈനാണ്. അത് വന്നിട്ട് ത്രെഡിന്റെ വർക്കാണ് കേട്ടോ. അപ്പം ലെങ്ത് 49 ആണ് വരുന്നത്. 48, 49 കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്രിസ്മസിന് ഒരു എല്ലാവർക്കും ഒരേ പോലെ വെയർ ചെയ്യാനായിട്ട് വല്ല എന്താ പറയാ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. ലെങ്ത് 49 ആണ്. അപ്പം എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതിന്റെ ബുക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊരു 15 to 20 വർക്കിംഗ് ഡേയ്സിലായിരിക്കും നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുന്നത്.